കേസന്വേഷണത്തിൽ പൊയ്റോട്ടിന്റെ നയചാതുര്യം ഒരിക്കൽ കൂടി എനിക്ക് ബോധ്യമായത് അന്നത്തെ സംഭവങ്ങളാണ്. മനുഷ്യന്റെ സ്വഭാവ വൈചിത്ര്യങ്ങളെക്കുറിച്ചുള്ള പൊയ്റോട്ടിന്റെ അറിവ് ആരെയും അമ്പരിപ്പിക്കുന്നതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു തലേന്നാളത്തെ അദ്ദേഹത്തിന്റെ ക്ലാസ്. അതുകൊണ്ടായിരിക്കാം കുറ്റബോധവും ഭയവും ഒന്നുപോലെ പിടികൂടിയിരുന്ന മിസ്സിസ് അക്രോയിഡിൽ നിന്നും സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. അവരാണ് ആദ്യം പ്രതികരിച്ചതും. അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ രോഗികളെയെല്ലാം പരിശോധിച്ചതിന് ശേഷം തിരികെ എത്തിയപ്പോൾ കരോലിൻ എന്നോട് പറഞ്ഞു, മിസ്റ്റർ റെയ്മണ്ട് വന്നിട്ട് ഇപ്പോൾ പോയതേയുള്ളെന്ന്. അയാൾ എന്നെ കാണാനായി വന്നതാണോ? ഞാൻ എൻ്റെ കോട്ടൂരി ഹാളിൽ തൂക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു. കരോലിൻ്റെ വർത്തമാനം എന്നിൽ അത്ഭുതമുളവാക്കി. അദ്ദേഹത്തിന് കാണേണ്ടിയിരുന്നത് മിസ്റ്റർ പൊയ്റോട്ടിനെയായിരുന്നു. അയാൾ ലാർഷസിൽ നിന്നും ഇപ്പോൾ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെത്തിയപ്പോൾ പൊയ്റോട്ടിനെ അവിടെ കണ്ടില്ല. പൊയ്റോട്ട് ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് റെയ്മണ്ട് ചിന്തിച്ചു. ഇവിടെ ഇല്ലെങ്കിൽ എവിടെ ഉണ്ടാകുമെന്ന് ഇവിടെ നിന്നും അറിയാമല്ലോ എന്ന് അയാൾ കരുതിയിട്ടുണ്ടാവണം. പൊയ്റോട്ട് എവിടെയാണെന്ന് എനിക്കൊരു പിടിയുമില്ല. കാത്തിരിക്കാൻ ഞാൻ അയാളോട് പറഞ്ഞതാണ്. എന്നാൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ ലാർഷ്യസിൽ അയാൾക്ക് തിരിച്ചെത്തണമെന്നും ഗ്രാമത്തിലേക്ക് പോകേണ്ടതുണ്ടെന്നും പറഞ്ഞു. ഏറ്റവും കഷ്ടം അതല്ല, റെയ്മണ്ട് പോയി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ പൊയ്റോട്ട് ഇവിടെ വരികയും ചെയ്തു. ഇവിടേക്ക് വന്നെന്നോ? അല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. നീ അതെങ്ങനെ അറിഞ്ഞു? അദ്ദേഹത്തിന്റെ വീടിന്റെ ജനലുകൾ തുറന്നു കിടന്നിരുന്നത് കണ്ടപ്പോൾ മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സംഭാഷണം അവിടെ തന്നെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ കരോലിൻ മറിച്ചാണ് ചിന്തിച്ചത്. നീ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടോ? എവിടേക്ക് പോകുന്നുണ്ടോന്ന്? ക്ലാർഷ്യസിലേക്ക് തന്നെ. എൻ്റെ പ്രിയപ്പെട്ട കരോലിൻ, അതിൻ്റെ ആവശ്യമെന്ത്? മിസ്റ്റർ റെയ്മണ്ട് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചത് ഏതോ പ്രധാനപ്പെട്ട കാര്യം പറയാനാണെന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ അതെന്താണെന്ന് നിനക്കും അറിയാമല്ലോ. ഞാൻ സംശയത്തോടെ പുരികങ്ങൾ ചുരിച്ചു. മറ്റുള്ളവർ ചിന്തിക്കുന്നതും പറയുന്നതും അറിയാനുള്ള വെമ്പൽ എനിക്കില്ല, ഞാൻ തണുപ്പൻ മട്ടിൽ പറഞ്ഞു. ഞാൻ തുടർന്നു, എൻ്റെ അയൽക്കാർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അറിയണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ജെയിംസ് പറയുന്നത് തികച്ചും അസംബന്ധവും കള്ളവുമാണ്. എല്ലാം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നീയും ആഗ്രഹിക്കുന്നുണ്ട്. നീ അക്കാര്യത്തിൽ സത്യസന്ധനല്ലെന്ന് മാത്രം. അതാണ് കാര്യം. നീ ഒരു നല്ല നടനാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ. അവളോട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സർജറി റൂമിലേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കരോലിൻ വാതിലിൽ മുട്ടിയിട്ട് അകത്തേക്ക് കടന്നു വന്നു. അവളുടെ കയ്യിൽ ഒരു പാത്രം നിറയെ ജാം പോലെ എന്തോ ഒന്നുണ്ടായിരുന്നു. ജെയിംസേ, ഈ മെട്ലാർ ജാം നീയൊന്ന് മിസ്റ്റർ പൊയ്റോട്ടിന് കൊണ്ട് കൊടുക്കുമോ? ഞാൻ ഇന്ന് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. വീടുകളിൽ ഉണ്ടാക്കുന്ന മെട്ലാർ ജാം അദ്ദേഹം ഇതുവരെയും രുചിച്ചു നോക്കിയിട്ടില്ലത്രേ. എന്തുകൊണ്ടാണ് നീ ആനിയുടെ കയ്യിൽ കൊടുത്തയക്കാത്തത്? ഞാൻ തണുപ്പം മട്ടിൽ ചോദിച്ചു. അപ്പോൾ കരോലിൻ പറഞ്ഞു, ആനി തുണി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ ഇപ്പോൾ പറഞ്ഞു വിടാനാവില്ല. ഞാനും കരോലിനും പരസ്പരം നോക്കി. ഞാൻ അല്പം ശബ്ദമുയർത്തിയാണ് സംസാരിച്ചത്. ശരി, ഇഷ്ടമില്ലാത്തതാണ്. എങ്കിലും ഞാൻ ചെയ്യാം. വാതുക്കൾ കൊണ്ടുവച്ചിട്ട് ഞാൻ തിരിച്ചു പോരും. നിനക്ക് മനസ്സിലായോ? എൻ്റെ വാക്കുകൾ കേട്ട് അവൾ അമ്പരന്നു. അത് മതി, കൂടുതലായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആര് പറഞ്ഞു? അവൾ ചോദിച്ചു. ഞാൻ പുറത്തേക്കുള്ള വാതിൽ തുറന്നുകൊണ്ടിരുന്നപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ പൊയ്റോട്ടിനെ എങ്ങാനും നീ യാദൃച്ഛികമായി കണ്ടാൽ ആ ബൂട്ടിൻ്റെ കാര്യം നീ തീർച്ചയായും അദ്ദേഹത്തോട് പറയണം. അപ്പോൾ അവളുടെ യഥാർത്ഥ ലക്ഷ്യം അതുതന്നെയാണെന്ന് എനിക്ക് ബോധ്യമായി. പ്രേറ്റൺ തൊപ്പി ധരിച്ച ആ പ്രായം ചെന്ന സ്ത്രീ വന്ന് വാതിൽ തുറന്നപ്പോൾ തികച്ചും യാന്ത്രികമായി തന്നെ ഞാൻ അവരോട് മിസ്റ്റർ പൊയ്റോട്ട് അകത്തുണ്ടോ എന്ന് അന്വേഷിച്ചു. ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന പൊയ്റോട്ട് നിറഞ്ഞ ചിരിയോടെ എന്നെ സ്വീകരിച്ചു. എൻ്റെ നല്ല സുഹൃത്തേ, ഇരിക്കൂ. ഈ വലിയ കസേരയിൽ, അല്ലെങ്കിൽ ഈ ചെറുതിലിരിക്കൂ. മുറിയിൽ ചൂട് കൂടുതലൊന്നും അല്ലല്ലോ, അല്ലേ? എനിക്കാകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ജനാലകൾ അടഞ്ഞു കിടക്കുന്നു. നെരിപ്പോടിൽ തീ കാളി കത്തുന്നു. ഇംഗ്ലീഷുകാർക്ക് ശുദ്ധവായു വേണമെന്നത് ഒരു ഭ്രാന്ത് പോലെയാണ്. പുറത്ത് നല്ല കാറ്റുണ്ട്. ജനലുകൾ തുറന്നിട്ട് അത് അകത്തേക്ക് വലിച്ചു കയറ്റുന്നത് എന്തിനാണ്? അത് പോട്ടെ, നമ്മൾ എന്തിനാണ് അക്കാര്യം സംസാരിക്കുന്നത്? എനിക്കായി എന്താണ് താങ്കൾ കരുതിയിട്ടുള്ളത്? 2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഇതെൻ്റെ സഹോദരി തന്നയച്ചതാണ്. മെഡ്ലാർ ജാം നിറച്ച പാത്രം ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. കരോലിൻ എത്രമാത്രം ആത്മാർത്ഥതയുള്ള കുട്ടിയാണ്. അവൾ എനിക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. ഇനി 2ാമത്തെ കാര്യം, ഒരു ചെറിയ വിവരം കൈമാറാനുണ്ട്. ഞാനും മിസ്സിസ് അക്രോയിഡും തമ്മിൽ നടന്ന സംഭാഷണം ഞാൻ പൊയ്റോട്ടിന് വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ അത് കേട്ടിട്ട് അയാളിൽ വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് വ്യക്തമായി വരുന്നത്. വീട് സൂക്ഷിപ്പുകാരിയായ മിസ് റസലിന്റെ വാക്കുകൾ കൂടുതൽ പ്രയോജനകരമായി. അവർ മുറിയിലൂടെ വരുമ്പോൾ വെള്ളിമേശയുടെ വലിപ്പ് തുറന്നു കിടക്കുകയായിരുന്നുവെന്നും അവരാണത് വലിച്ചടച്ചതെന്നുമാണ് പറഞ്ഞത്. ഡ്രോയിങ് റൂമിൽ വെച്ചിരുന്ന പൂക്കൾ പുതിയത് തന്നെയാണോ എന്ന് നോക്കാനാണ് പോയതെന്ന് അവർ പറഞ്ഞത്. അക്കാര്യം നമ്മൾ അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഒഴിഞ്ഞു മാറാൻ വേണ്ടി അവർ മെനഞ്ഞെടുത്ത, പെട്ടെന്ന് അവരുടെ ഉള്ളിൽ തോന്നിയ സ്ത്രീ സഹജമായ ഒരു കള്ളം, അത്ര തന്നെ. അപ്രതീക്ഷിതമായ ചോദ്യത്തിന് മുന്നിൽ പതറിയപ്പോൾ അവൾ കണ്ടെത്തിയ ഒരു കള്ളം.
ഞാൻ പറഞ്ഞു വന്നത്, വെള്ളിമേശയുടെ വലിപ്പ് തുറന്നിട്ടത് നിങ്ങളല്ലേ എന്ന താങ്കളുടെ സംശയം അവരിൽ അസഹിഷ്ണുതയുണ്ടാക്കിയതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അത് പോട്ടെ, ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് മറ്റൊന്നാണ്. എനിക്ക് മനസ്സിലാകുന്നു അവൾ ആരെ കാണാനാണ് പുറത്തേക്ക് പോയത്. എന്തിനു വേണ്ടി? നിങ്ങൾ ചിന്തിക്കുന്നത് അവൾ ആരെയെങ്കിലും കാണാനായി പുറത്തേക്ക് പോയതെന്നാണോ? അതെ, പോയിറോട്ട് തലകുലുക്കി. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. തികച്ചും ഗൗരവത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പിന്നീട് ഒരു ചെറിയ നിശബ്ദത ഞങ്ങൾക്കിടയിലുണ്ടായി. ആ, അതെന്തെങ്കിലും ആകട്ടെ, ഞാൻ എൻ്റെ സഹോദരിയുടെ ഒരു സന്ദേശം താങ്കൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. റാൽഫ് പേറ്റന്റെ ബൂട്ടിന്റെ നിറം കറുപ്പാണ്, ബ്രൗൺ അല്ല. ശരിക്കും? അക്കാര്യത്തിൽ അവർ കുറിപ്പുണ്ടോ? അതെ. എങ്കിൽ അത് കഷ്ടമായിപ്പോയി. കൊയ്റോട്ടിന്റെ മുഖം നിരാശയിലേക്ക് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ അക്കാര്യത്തെക്കുറിച്ച് യാതൊന്നും സംസാരിക്കാതെ അദ്ദേഹം സംഭാഷണം മറ്റൊന്നിലേക്ക് തിരിച്ചുവിട്ടു. വീട് സൂക്ഷിപ്പുകാരി മിസ് റസൽ അന്ന് വെള്ളിയാഴ്ച രാവിലെ താങ്കളെ വന്ന് കണ്ടപ്പോൾ അവരുടെ അസുഖ സംബന്ധമായ കാര്യങ്ങൾ ഒഴികെ അവർ എന്തെല്ലാമാണ് താങ്കളുമായി സംസാരിച്ചതെന്ന് ചോദിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ഒരു കുഴപ്പവുമില്ല. രോഗവിവരങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ വിവിധതരം വിഷങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓരോ വിഷവും കണ്ടെത്തുന്നതിനുള്ള ശാസ്ത്രീയതയും പരിമിതികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ അപകടത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത്. കൊക്കീൻ എന്ന മയക്കുമരുന്നിനെക്കുറിച്ച് അവർ കൂടുതൽ അറിയാൻ ശ്രമിച്ചു അല്ലേ? അക്കാര്യം താങ്കൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഇതിന് മറുപടി പറയാതെ ചെറിയ മനുഷ്യൻ എഴുന്നേറ്റ് ഡ്രോയിങ് റൂമിൽ ചെന്ന് പത്രങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലെത്തി. എന്നിട്ട് സെപ്റ്റംബർ 16 ഡെയിലി ബജറ്റ് പത്രത്തിന്റെ ഒരു കോപ്പി കൊണ്ടുവന്ന് കൊക്കൈൻ കള്ളക്കടത്തിന്റെ വിവിധ രീതികൾ പ്രതിപാദിക്കുന്ന ഒരു ലേഖനം എനിക്ക് കാണിച്ചു തന്നു. കൊക്കൈൻ കള്ളക്കടത്തിനെക്കുറിച്ചുള്ള ഒരു ആധികാരിക ലേഖനം തന്നെയായിരുന്നു അത്. ഈ ലേഖനം വായിച്ചതുകൊണ്ടാണ് അവർ കൊക്കൈനെക്കുറിച്ച് താങ്കളോട് സംസാരിച്ചത്, അദ്ദേഹം പറഞ്ഞു. പൊയ്റോട്ട് ഏത് സാഹചര്യത്തിലാണ് മിസ് റസലിനെ കുറിച്ച് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാനായില്ല. ഈ സമയം തന്നെ കതകു തുറന്ന് റെയ്മണ്ട് അകത്തേക്ക് കടന്നു വന്നു. എപ്പോഴും അയാളിലുണ്ടായിരുന്ന ആ പ്രസന്നതയ്ക്ക് യാതൊരു ഭംഗവും ഇപ്പോഴും വന്നിട്ടില്ല. ഞങ്ങളെ രണ്ടുപേരെയും വന്നപാടെ അയാൾ അഭിവാദ്യം ചെയ്തു. ആ, ഡോക്ടർക്കും പൊയ്റോട്ടിനും സുഖം തന്നെയല്ലേ? ഈ രാവിലെ തന്നെ ഇത് 2ാം തവണയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. താങ്കളെ കണ്ടെത്താനാകാഞ്ഞതിൽ ഞാൻ ഉത്കണ്ഠാകുലനായിരുന്നു. എങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഞാൻ അവിടെ നിൽക്കുന്നത് ഉചിതമായിരിക്കില്ലെന്ന വിശ്വാസത്തോടെ എഴുന്നേറ്റു. ഞാൻ പറയാൻ വന്ന കാര്യം ഓർത്ത് ഡോക്ടർ പോകണമെന്നില്ല, റെയ്മണ്ട് എന്നോട് പറഞ്ഞു. പൊയ്റോട്ടിന് നിർദ്ദേശമനുസരിച്ച് റെയ്മണ്ട് കസേരയിലിരുന്നു. ഒരു കുറ്റസമ്മതം നടത്തുന്നതിനായിട്ടാണ്. കുറ്റസമ്മതമോ? വലിയ താല്പര്യത്തോടെയും വിനയത്തോടെയുമാണ് പൊയ്റോട്ട് ചോദിച്ചത്. ഓ, അതത്ര വലിയ പ്രാധാന്യമുള്ളതല്ല. എങ്കിലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ എൻ്റെ ഉപബോധ മനസ്സ് എന്നെ കുറ്റപ്പെടുത്തുകയാണ്. മിസ്റ്റർ പൊയ്റോട്ട്, താങ്കൾ ആരോപിച്ചില്ലേ നിങ്ങൾ ഓരോരുത്തരും എന്തെല്ലാമോ മറച്ചു പിടിക്കുന്നുണ്ടെന്ന്? അതെ, ശരിയാണ്. ഞാനും ഒരു കാര്യം മറച്ചു പിടിച്ചു. മിസ്റ്റർ റെയ്മണ്ട്, താങ്കൾ എന്താണ് മറച്ചു പിടിച്ചത്? അതത്ര വലിയ പ്രാധാന്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കുറച്ച് കടത്തിൽപ്പെട്ട് നട്ടം തിരിയുകയായിരുന്നു. ആ സമയത്താണ് ഒരു അത്ഭുതമെന്ന പോലെ ആ വിൽപ്പത്ര രഹസ്യങ്ങൾ വെളിവാക്കപ്പെട്ടത്. 500 പൗണ്ട് എനിക്കായി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കടം തീർത്താൽ അല്പം മിച്ചം വരികയും ചെയ്യും. ഒരു യുവാവിൻ്റെ പ്രസരിപ്പും തുറന്ന മനസ്സുമായി റെയ്മണ്ട് ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. റെയ്മണ്ട് തുടർന്നു. അതെന്താണെന്ന് വെച്ചാൽ, സംശയാലുക്കളായ പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് പണത്തിന് എത്ര ഞെരുക്കമുണ്ടെന്ന് പറഞ്ഞാലും അവരത് വിശ്വസിക്കുകയില്ല. അതവർക്ക് മോശമാണെന്ന് ചിന്തിക്കുകയും ചെയ്യും. ഞാൻ തീർത്തും ഒരു വിഡ്ഢിയാണ്. കാരണം ഞാനും മേജർ ബ്ലെൻഡും 9:45 മണി മുതൽ ബില്യാർഡ് റൂമിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയക്കേണ്ടതായി ഒന്നുമില്ല. എന്നിട്ടും ഓരോരുത്തരും എന്തെല്ലാമോ മറച്ചു പിടിക്കുന്നുണ്ടെന്ന് താങ്കൾ ആരോപിച്ചപ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമായി. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇക്കാര്യം പറയണമെന്ന് വിചാരിച്ചത്. അയാൾ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെ രണ്ടുപേരെയും നോക്കി വീണ്ടും ചിരിച്ചു. താങ്കൾ ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരനാണ്. ഇത് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ തലകുലുക്കി അത് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങളെല്ലാവരും എന്നിൽ നിന്നും എന്തെല്ലാമോ ഒളിച്ചു വയ്ക്കുന്നുണ്ടെന്ന് ഞാൻ ആരോപിച്ചപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് ആ ഒളിച്ചു വയ്ക്കുന്ന കാര്യം തീർത്തും മോശപ്പെട്ട എന്തോ ഒന്നായിരിക്കുമെന്ന്. ഏതായാലും നിങ്ങൾ നിങ്ങളുടെ കാര്യം തുറന്നു പറഞ്ഞത് ഏറ്റവും നന്നായി. സംശയത്തിൻ്റെ നിഴലിൽ നിന്നും ഞാൻ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാനിപ്പോൾ സന്തോഷവാനാണ്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, റെയ്മണ്ട് ചോദിച്ചു. അങ്ങനെയാകാം എന്ന് ഞാൻ മറുപടി പറഞ്ഞു. റെയ്മണ്ട് പുറത്തേക്കിറങ്ങി വാതിലടച്ചു. റെയ്മണ്ട് പോയി കഴിഞ്ഞപ്പോൾ പൊയ്റോട്ട് പറഞ്ഞു, റെയ്മണ്ട് ബില്യാർഡ് റൂമിലല്ലായിരുന്നുവെങ്കിൽ ആർക്കറിയാം അക്കാര്യം. 500 പൗണ്ടിന് താഴെ വരുന്ന തുകകൾക്ക് വേണ്ടി പോലും നിരവധി കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുള്ളതായി എനിക്കറിയാം. അതെല്ലാം ഒരു മനുഷ്യൻ്റെ ആവശ്യത്തിൻ്റെ അളവിനെ അനുസരിച്ചാണ്, അല്ലാതെ തുകയുടെ വലിപ്പത്തെ അനുസരിച്ചല്ല. ഇവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അക്കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ? നിരവധി മനുഷ്യർക്ക് അക്രോയിഡിൻ്റെ മരണം സന്തോഷം നൽകുന്നതും ഗുണകരമായിരിക്കുന്നു എന്ന കാര്യം. മിസ്സിസ് അക്രോയിഡ്, മിസ് ഫ്ലോറ, യുവാവായ റെയ്മണ്ട്, വീട് സൂക്ഷിപ്പുകാരി മിസ് റസല്,
ഗുണം കിട്ടാത്തത് ഒരാൾ മാത്രമാണ്. അത് മേജർ ബ്ലെൻഡാണ്. ഞാൻ സംശയഭാവത്തിൽ പൊയ്റോട്ടിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായില്ല. അക്കാര്യം ഞാൻ ചോദിച്ചു. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആരോപണം ഉന്നയിച്ചവരിൽ 2 പേർ മുന്നോട്ട് വന്ന് സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ താങ്കൾ ചിന്തിക്കുന്നത് മേജർ ബ്ലെൻഡും എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാണോ? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇംഗ്ലീഷുകാർക്കിടയിൽ ഒരു ചൊല്ലുണ്ടല്ലോ, നിങ്ങൾ ഇംഗ്ലീഷുകാർ മറച്ചു പിടിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണെന്നും അത് പ്രണയമാണെന്നും. ഞാൻ തീർത്തും പറയാം, മേജർ ബ്ലെൻഡിനും ഒന്നും മറച്ചു വയ്ക്കാനുള്ള കഴിവില്ല. ഇപ്പോഴും നാം ആ ഒരു പോയിന്റിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് ശ്രമിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു, എന്താണത്? മിസ്സിസ് ഫെറാർസിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ ആൾ തന്നെ ആയിരിക്കണം അക്രോയിഡിൻ്റെ കൊലയാളി എന്ന കാര്യത്തിൽ. പൊയ്റോട്ട് വളരെ ശക്തമായി തന്നെ തൻ്റെ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചു. വളരെ നല്ലത്, ഏറ്റവും ഉചിതമായ കാര്യം തന്നെ. താങ്കളിൽ നിന്നും ഇത്തരമൊരാശയം ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. തീർച്ചയായും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ആ കത്ത് അപ്രത്യക്ഷമായിരിക്കുന്നു. ആ കത്തെടുത്തത് ആ കൊലയാളി തന്നെ ആകണമെന്നില്ല. ഒരുപക്ഷെ താങ്കൾ ആദ്യം അക്രോയിഡിലെ ശവശരീരം കണ്ട സമയത്ത് താങ്കൾ കാണാതെ പാർക്കർക്ക് ആ കത്തെടുത്ത് മാറ്റാവുന്നതേയുള്ളൂ. പാർക്കർ? അതെ, പാർക്കർ തന്നെ. ഞാൻ എല്ലായ്പ്പോഴും പാർക്കർക്ക് പിന്നാലെ തന്നെയാണ്. അയാൾ ഒരു കൊലയാളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ കൊല ചെയ്യാൻ അയാൾക്കാവില്ല. കൊലയാളി എന്നതിനേക്കാൾ അവന് യോജിക്കുന്നത് ആ തെമ്മാടിത്തം കാണിക്കാനാണ്. മിസ്സിസ് ഫെറാർസിനെ ഭയപ്പെടുത്താൻ അവൻ മതിയാകും. ഒരുപക്ഷെ മിസ്റ്റർ ഫെറാർസിന്റെ യഥാർത്ഥ മരണകാരണത്തെക്കുറിച്ച് കിങ്സ് പാടക്കിലെ ഏതെങ്കിലും വേലക്കാരിൽ നിന്നും പാർക്കർ അറിഞ്ഞിട്ടുണ്ടാവണം. ശരിയായിരിക്കാം, പാർക്കർ ആ കത്തെടുത്ത് മാറ്റിയിട്ടുണ്ടാവാം. ഏറെ നേരം കഴിഞ്ഞാണ് ഞാൻ ആ കത്തിൻ്റെ കാര്യം ഓർത്തത് തന്നെ. എത്ര നേരം കഴിഞ്ഞാണ് താങ്കൾ ആ കത്തിനെക്കുറിച്ച് ഓർത്തത്? മേജർ ബ്ലെൻഡും റെയ്മണ്ടും മുറിയിലേക്ക് വന്നതിന് ശേഷമോ അതോ അതിനു മുൻപോ? എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഞാൻ ശബ്ദം താഴ്ത്തി സാവധാനം പറഞ്ഞു. ഞാൻ ചിന്തിക്കുന്നത് അത് ആ സംഭവത്തിന് മുൻപ് തന്നെയാണെന്നാണ്. അതോ അതിനുശേഷമോ? ശരിയാണ്, അത് സംഭവിച്ചത് കൊലപാതകം നടന്നതിന് ശേഷം തന്നെയാണെന്ന് പറയാനാവും. അങ്ങനെയെങ്കിൽ ആ 3 പേരെ ചുറ്റിപ്പറ്റി നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു, പൊയ്റോട്ട് തറപ്പിച്ച് പറഞ്ഞു. എന്നാൽ ഇവരിൽ ഏറ്റവും പ്രധാനി പാർക്കർ തന്നെ. എൻ്റെ മനസ്സിലൊരാശയം ഉദിക്കുന്നുണ്ട്. താങ്കൾ എന്തു പറയുന്നു? എന്നോടൊപ്പം ഫെൻലി പാർക്കിലേക്ക് വരാൻ തയ്യാറാണോ? ഞാൻ സമ്മതിച്ചു. ഞങ്ങൾ ഉടൻ തന്നെ ഫെൻലി പാർക്കിലെത്തി. പൊയ്റോട്ട് ഫ്ലോറയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഫ്ലോറ ഉടൻ തന്നെ ഞങ്ങളുടെ മുന്നിലെത്തി. പൊയ്റോട്ട് സംസാരിച്ചു തുടങ്ങി. മാഡം ഫ്ലോറ, എനിക്ക് നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ ചോദിച്ചുറപ്പാക്കാനുണ്ട്. പാർക്കറുടെ നിരപരാധിത്വം പൂർണ്ണമായും വിശ്വസിക്കാൻ ഇതുവരെയും എനിക്കായിട്ടില്ല. നിങ്ങളുടെ കൂടി സാന്നിധ്യത്തിൽ അത് തെളിയിക്കാനുള്ള ഒരു ചെറു പരീക്ഷണം ഞാൻ നടത്താൻ പോവുകയാണ്. അന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങളുടെ ഒരു പുനരാവിഷ്കാരം നടത്തി വേണം അത് തെളിയിക്കാൻ. അതിനായി അയാളോട് നമ്മൾ എന്താണ് പറയേണ്ടത്? ഒരു ഐഡിയ ഉണ്ട്. ലോബിയിൽ നിന്നും സംസാരിച്ചാൽ അക്കാര്യം ടെറസിൽ നിൽക്കുന്ന ആളിന് കേൾക്കാനാവുമോ എന്ന് പരീക്ഷിക്കുന്നതാണെന്ന് പറയാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പാർക്കറെ ഒന്ന് വിളിക്കാമോ? ഞാൻ ബെല്ലമർത്തി. പാർക്കർ ഞങ്ങളുടെ മുന്നിലെത്തി. സർ, ബെല്ലടിച്ചിരുന്നോ? അടിച്ചിരുന്നു. പാർക്കറെ, ഞാനൊരു പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. സ്റ്റഡി റൂമിൻ്റെ ജനലിനും മുകളിലുള്ള ടെറസിൻ്റെ ഭാഗത്ത് ഞാൻ മേജർ ബ്ലെൻഡിനെ നിർത്തിയിട്ടുണ്ട്. അന്ന് രാത്രിയിൽ ഈ ലോബിയിൽ വെച്ച് താങ്കളും ഫ്ലോറയും തമ്മിൽ നടന്ന സംഭാഷണം ടെറസിന് മുകളിൽ നിന്നിരുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് അറിയണം. ആ രംഗം ഒരിക്കൽ കൂടി ആവിഷ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ അന്ന് നിങ്ങളുടെ കൈവശമുണ്ടായിരുന്നതുപോലെ ട്രേയോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി എടുത്തോളൂ. പാർക്കർ പോയി. ഞങ്ങൾ സ്റ്റഡി റൂമിൻ്റെ പുറത്തുള്ള ലോബിയിലേക്ക് ചെന്നു. പുറത്തെ ഹാളിൽ നിന്നും ആരോ നടന്നു വരുന്നതിൻ്റെ കാലിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. പാർക്കർ ഒരു ട്രേയിൽ വിസ്കിയും ഗ്ലാസും വെച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. ഒരു നിമിഷം നിൽക്കൂ, പൊയ്റോട്ട് ശബ്ദമുയർത്തി തൻ്റെ കൈകൾ മുകളിലേക്ക് പിടിച്ചാവശ്യപ്പെട്ടു. എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ ചിട്ടയിൽ തന്നെ നടക്കണം. അതെൻ്റെ മാത്രം ഒരു രീതിയാണ്. സർ, വിദേശങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു രീതി അതല്ലേ? കുറ്റകൃത്യം അതേപോലെ പുനരാവിഷ്കരിക്കുക, പാർക്കർ ചോദിച്ചു. പൊയ്റോട്ടിൻ്റെ നിർദ്ദേശങ്ങൾക്കായി പാർക്കർ ക്ഷമയോടെ കാത്തുനിന്നു. കൊള്ളാമല്ലോ പാർക്കർ, കാര്യങ്ങളൊക്കെ താങ്കൾക്കറിയാമല്ലോ. ഇതിനെക്കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഞാൻ താങ്കളോട് ആവശ്യപ്പെടുകയാണ്, എല്ലാം കൃത്യതയോടെ വേണം ആവിഷ്കരിക്കാൻ. നിങ്ങൾ പുറത്തെ ഹാളിൽ നിന്നും കടന്നു വരുന്നു. അപ്പോൾ മാഡം ഫ്ലോറ എവിടെയായിരുന്നു നിന്നിരുന്നത്? ഞാൻ ഇവിടെയാണ് നിന്നിരുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ഫ്ലോറ സ്റ്റഡി റൂമിൻ്റെ വാതിലിൻ്റെ തൊട്ടടുത്ത് പോയി നിന്നു. അതെ, മാഡം അവിടെയാണ് നിന്നിരുന്നത്. മാഡത്തിൻ്റെ കൈ സ്റ്റഡി റൂമിൻ്റെ വാതിൽ പിടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ശരി, തുടങ്ങാം. അക്കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവിഷ്കരിക്കൂ, പൊയ്റോട്ട് നിർദ്ദേശിച്ചു. ട്രെയും കയ്യിൽ പിടിച്ചുകൊണ്ട് പാർക്കർ ഹാളിൽ നിന്നും കടന്നു വന്നു. ഈ സമയം ഫ്ലോറ സ്റ്റഡി റൂമിൻ്റെ ഹാൻഡിലിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അകത്തേക്ക് പാർക്കർ കാലുകുത്തിയപ്പോൾ തന്നെ ഫ്ലോറ പറഞ്ഞു, ഓ പാർക്കർ, ഇനി രാത്രിയിൽ ആരും തന്നെ ശല്യം ചെയ്യാനായി ചെല്ലരുതെന്ന് വല്യച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞതെന്ന്
ഫ്ലോറ ശബ്ദം താഴ്ത്തി പാർക്കറോട് ചോദിച്ചു. എൻ്റെ ഓർമ്മയിൽ അത് ശരിയാണെന്ന് തോന്നുന്നു മാഡം, പാർക്കർ പ്രതികരിച്ചു. പക്ഷേ രാത്രി എന്നതിന് പകരം വൈകുന്നേരം എന്നാണ് പറഞ്ഞത്. തുടർന്ന് തികച്ചും നാടകീയമായിട്ടെന്നതുപോലെ ശബ്ദം സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നിട്ട് പാർക്കർ പറഞ്ഞു, ശരി മാഡം, ഞാൻ അനുസരിച്ചുകൊള്ളാം. ഇത്രയും മതി, പൊയ്റോട്ട് പറഞ്ഞു. പാർക്കർ ഹാളിലേക്ക് തന്നെ മടങ്ങി. പിന്നാലെ ഫ്ലോറയും. എന്നിട്ട് ഗോമണിപ്പടിയുടെ മുകളിലത്തെ പടിയിൽ നിന്നുകൊണ്ട് പൊയ്റോട്ടിനോട് ചോദിച്ചു, ഇത്രയും മതിയല്ലോ? തീർച്ചയായും, ആ ചെറിയ മനുഷ്യൻ സന്തോഷത്തോടെ പ്രതികരിച്ചു. എന്നിട്ട് കൈകൾ കൂട്ടിത്തിരുമി. പാർക്കർ, ട്രേയിൽ 2 ഗ്ലാസുകൾ വെച്ചുകൊണ്ടാണോ താങ്കൾ അന്ന് വൈകുന്നേരം അക്രോയിഡിന്റെ സ്റ്റഡി റൂമിലേക്ക് ചെന്നതെന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ 2ാമത്തെ ഗ്ലാസ് ആർക്കു വേണ്ടിയായിരുന്നു? പൊയ്റോട്ട് ചോദിച്ചു. എപ്പോഴും ഞാൻ 2 ഗ്ലാസുകൾ കൊണ്ടുവരാറുണ്ട് സർ. ഇനി കൂടുതലായി എന്തെങ്കിലും അറിയണോ? നന്ദിയുണ്ട് പാർക്കർ, ഇനി ഒന്നുമില്ല. പാർക്കർ പോയി. പൊയ്റോട്ട് ഹാളിന്റെ മധ്യത്തിൽ നിൽക്കുകയായിരുന്നു. ഈ സമയം ഫ്ലോറ അങ്ങോട്ട് വന്നു. താങ്കളുടെ പരീക്ഷണം വിജയമായിരുന്നോ? ഇത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അവൾ ചോദിച്ചു. പൊയ്റോട്ട് ചിരിച്ചു. താങ്കൾ അക്കാര്യം അറിയേണ്ടതില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയേണ്ടതുണ്ട്. അന്ന് രാത്രിയിൽ പാർക്കർ കൊണ്ടുവന്ന ട്രേയിൽ 2 ഗ്ലാസുകളുണ്ടായിരുന്നു. അവൾ പുരികം ചുളിച്ച് ഒരു നിമിഷം നേരം ആലോചിച്ചു നിന്നു. ശരിക്കും എനിക്ക് ഓർക്കാനാകുന്നില്ല. ഒരുപക്ഷെ 2 എണ്ണം ഉണ്ടായിരുന്നിരിക്കാം. അങ്ങയുടെ പരീക്ഷണത്തിന്റെ ലക്ഷ്യം അത് കണ്ടെത്തുകയായിരുന്നു. പൊയ്റോട്ട് ഫ്ലോറയുടെ കൈത്തലം പിടിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത്രമാത്രം മനസ്സിലാക്കുക. ആൾക്കാർ സത്യം തന്നെയാണോ പറയുന്നതെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പാർക്കർ പറഞ്ഞത് സത്യമാണോ? അങ്ങനെ വേണം ചിന്തിക്കാൻ. കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ ഫെൻലി പാർക്കിൽ നിന്നും തിരിച്ചു പോന്നു. ആ ഗ്ലാസുകളെക്കുറിച്ച് താങ്കൾ ചോദിച്ചതിന്റെ കാരണം എന്താണ്? തികച്ചും ജിജ്ഞാസയോടെ ഞാൻ ചോദിച്ചു. പൊയ്റോട്ട് തന്റെ തോളുകൾ ചലിപ്പിച്ചു. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആ ചോദ്യവും മറ്റേതൊരു ചോദ്യവും പോലെ തന്നെ പ്രസക്തമാണ്. ഞാൻ അന്തം വിട്ട് അയാളെ നോക്കി നിന്നു. എൻ്റെ സുഹൃത്തേ, എനിക്ക് ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അതിനെ മറന്നേക്കാം.